സഹസ്ര കോടീശ്വരൻ ഇലോൺ മസ്ക് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയെന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് എന്തൊക്കെയാണ് ഓർമ്മ വരിക? കിഴക്കമ്പലത്ത് 2020 ഉണ്ടാക്കിയ കിറ്റെക്സ് ഗ്രൂപ്പിന്റെ സാബു എം ജേക്കബിനെ ഓർമ്മ വരും. മുഖ്യമന്ത്രിയോടും പ്രതിപക്ഷ നേതാവിനോടും പിണങ്ങി പാർട്ടി ഉണ്ടാക്കിയ PV അൻവറിനെയും ഓർത്തുപോകും. മസ്ക് ഉണ്ടാക്കിയ അമേരിക്കൻ പാർട്ടി എന്ന പേര് രാഷ്ട്രീയത്തെ അല്ല ഓർമ്മിപ്പിക്കുന്നത്. വിരുന്നു സൽക്കാരം പോലൊരു പാർട്ടിയാണ് മുന്നിൽ തെളിഞ്ഞു വരുന്നത്. കിഴക്കമ്പലത്തെ പാർട്ടിയുടെ പേര് കേൾക്കുമ്പോൾ 2020 ക്രിക്കറ്റിനെ ഓർക്കുന്നത് പോലെ തന്നെ ഏതൊരാൾക്കും പാർട്ടി ഉണ്ടാക്കാം. കൂടെ അണികളും കയ്യിൽ കാശുമുണ്ടെങ്കിൽ ഏതു മട്ടിലും മത്സരിക്കുകയും പ്രചാരണം നടത്തുകയും ചെയ്യാം. മസ്കിന്റെ രാഷ്ട്രീയ പാർട്ടി പക്ഷേ ലോക ജനാധിപത്യത്തിന് തന്നെ ഒരു ഭീഷണിയാണ്. കയ്യിൽ പുത്തനുണ്ട് എന്നതുകൊണ്ട് മാത്രം ജനാധിപത്യത്തെ വിലയ്ക്ക് വാങ്ങാനുള്ള നീക്കമാണത്. വ്യവസായ വമ്പന്മാർ ആദ്യമൊക്കെ കാശിറക്കി വാങ്ങിക്കൂട്ടിയത് മാധ്യമങ്ങളെയാണ്. ഇപ്പോ ജനാധിപത്യത്തിനും വില പറയാൻ തുടങ്ങിയിരിക്കുന്നു. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. ഇലോൺ മസ്കിന്റെ അമേരിക്കൻ പാർട്ടി. ഇലോൺ മസ്ക് പാർട്ടി പ്രഖ്യാപിച്ചത് എന്തിനാണ്? ഡൊണാൾഡ് ട്രംപ് പുതിയ നികുതി നയം പ്രഖ്യാപിച്ചതിൽ പ്രതിഷേധിച്ച്. നികുതി ഘടന മാറ്റരുത് എന്ന് ട്രംപ് സർക്കാർ വന്നപ്പോൾ മുതൽ മസ്ക് ആവശ്യപ്പെടുന്നതാണ്. ഘടന മാറ്റിയാൽ പുതിയൊരു പാർട്ടി ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചതുമാണ്. നികുതി നിരക്കുകൾ മാറ്റി ദ ബ്യൂട്ടിഫുൾ ബിൽ എന്ന് ട്രംപ് വിശേഷിപ്പിച്ച് 24 മണിക്കൂർ തികഞ്ഞില്ല. അതിനു മുൻപ് മസ്കിന്റെ അമേരിക്കൻ പാർട്ടി രംഗത്ത് വന്നു. റിപ്പബ്ലിക്കന്മാരും ഡെമോക്രാറ്റുകളും മാത്രമുള്ള അമേരിക്കയിൽ മൂന്നാമതൊരു പാർട്ടിയാകുമെന്നാണ് മസ്ക് പറയുന്നത്. അതത്ര എളുപ്പമല്ല. കാരണം അമേരിക്കയിൽ വേറെ പാർട്ടികൾ ഇല്ലാത്തത് കൊണ്ടല്ല മുഖ്യ തിരഞ്ഞെടുപ്പ് 2 പാർട്ടികൾ തമ്മിലായി ഇപ്പോഴും തുടരുന്നത്. 100ലേറെ സജീവമായ രജിസ്ട്രേഡ് പാർട്ടികൾ അമേരിക്കയിലുണ്ട്. ഇടതു പാർട്ടികൾ തന്നെ 20ലേറെ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് USA, റവല്യൂഷണറി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് അമേരിക്ക, അമേരിക്കൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒക്കെ തരാതരമുണ്ട്. സോഷ്യലിസ്റ്റ് വർക്കേഴ്സ് പാർട്ടിയും സോഷ്യലിസ്റ്റ് ഇക്വാലിറ്റി പാർട്ടിയും സോഷ്യലിസ്റ്റ് പാർട്ടി USA-യും ഒക്കെയായി മറ്റൊരു കൂട്ടം വേറെയും. എന്നാൽ ഈ പാർട്ടികളെല്ലാം നാമമാത്രമായ പ്രാതിനിധ്യം മാത്രമുള്ളവയാണ്. ചിലതൊക്കെ എല്ലാ സ്റ്റേറ്റുകളിലും ഉണ്ടെങ്കിലും മറ്റു ചിലത് സിംഗിൾ സ്റ്റേറ്റ് പാർട്ടികളാണ്. ഇതിൽ ഏതു ഗണത്തിൽ പെടുമെന്ന് ചോദിച്ചാൽ മസ്ക് പറയും അമേരിക്കയിലെ മൂന്നാമത്തെ പാർട്ടി എന്ന്. മസ്ക് അല്ലാതെ വേറെ ഏതെങ്കിലും നേതാക്കൾ വരുമോ എന്നും കണ്ടറിയണം. ഇവിടെ പ്രശ്നം അതൊന്നുമല്ല. ജനാധിപത്യത്തെ മുതലാളിമാർ കൈക്കലാക്കുന്നത് എങ്ങനെയെന്നുള്ള പാഠമാണിത്. ഇലോൺ മസ്ക് കാണിക്കുന്നതിന്റെ അപകടങ്ങൾ ട്വിറ്ററിൽ നിന്നാണ് ആദ്യം വ്യക്തമായത്. മസ്കിന്റെ ടെസ്ല കമ്പനിക്കെതിരെ നിറയെ വിമർശനങ്ങളും ട്രോളുകളും ഒക്കെ വന്ന കാലത്താണ് ഈ മസ്ക് ട്വിറ്ററിനെ തന്നെ അങ്ങ് വാങ്ങിയത്. മുകേഷ് അംബാനിയുടെ റിലയൻസ് ഗ്രൂപ്പ് CNN IBN വാങ്ങി നെറ്റ്വർക്ക് 18 സ്ഥാപിച്ചതുപോലെ എന്ന് പറയാം. അതല്ലെങ്കിൽ ഗൗതം അദാനി NDTV വാങ്ങിയതുപോലെ എന്നും വ്യാഖ്യാനിക്കാം. ആമസോണിന്റെ ജെഫ് ബെസോസ് വാങ്ങിയത് വാഷിംഗ്ടൺ പോസ്റ്റ് ആണ്. ഇങ്ങനെ വൻകിട മുതലാളിമാരെല്ലാം മാധ്യമങ്ങൾ വാങ്ങുന്നത് 2 കാര്യങ്ങൾക്കാണ്. ഒന്ന്, സ്വയം പുകഴ്ത്താൻ. 2, മറ്റിടങ്ങളിൽ വരുന്ന വിമർശനങ്ങൾക്ക് മറുപടി പറയാൻ. മാധ്യമം ഒരു വ്യവസായം മാത്രമായതിനാൽ വൈവിധ്യവൽക്കരണത്തിന്റെ പരിധിയിൽ വരും. എന്നാൽ രാഷ്ട്രീയ പാർട്ടി തുടങ്ങുന്നത് ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്. 2020 പാർട്ടി കിഴക്കമ്പലത്തുണ്ടാകാനുള്ള കാരണം തന്നെ എല്ലാവർക്കും അറിയാം. അവിടെ കിറ്റെക്സ് അന്ന ഗ്രൂപ്പുകളുടെ സ്ഥാപകൻ MC ജേക്കബ് 4 പതിറ്റാണ്ടോളം കിഴക്കമ്പലം പഞ്ചായത്തുമായി തർക്കത്തിലായിരുന്നു. ഏതു ഭരണസമിതി വന്നാലും സംഘർഷവും പതിവായിരുന്നു. നേരിട്ടുള്ള ഏറ്റുമുട്ടലും പരിക്കേൽപ്പിക്കലും വരെ അവിടെ സംഭവിച്ചിട്ടുണ്ട്. ആ സംഘർഷങ്ങൾക്കൊക്കെ ഒടുവിൽ രൂപമെടുത്തതാണ് ഈ 2020 പാർട്ടി. പഞ്ചായത്തുമായി തർക്കം പതിവായപ്പോൾ ഭരണം തന്നെ കോർപ്പറേറ്റ് സെറ്റപ്പിന് കീഴിലായി. അത് തന്നെയാണ് ഇലോൺ മസ്കിന്റെയും പ്രഖ്യാപിത ലക്ഷ്യം. അതുകൊണ്ടാണ് ഇത് അത്യന്തം അപകടകരമായ നീക്കമാണെന്നും പറയുന്നത്. ഇതുവരെ ഫണ്ടിംഗ് ആയിരുന്നു മസ്ക് ചെയ്തിരുന്നത്. ഇനി രാഷ്ട്രീയത്തിലെ വേട്ട അഥവാ ഹണ്ടിംഗ് നടത്താനാണ് തീരുമാനം. അമേരിക്കയിലെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ഡോണർ എന്നായിരുന്നു മസ്കിനുള്ള വിശേഷണം. ആ ഡോണറിൽ നിന്ന് ഡോൺ ആകാനുള്ള നീക്കമാണ് ഇപ്പോൾ മസ്ക് നടത്തുന്നത്. മസ്കിന് പാർട്ടി ഉണ്ടായിരുന്നില്ല എങ്കിലും അമേരിക്കൻ രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനമുണ്ടായിരുന്നു. ഡൊണാൾഡ് ട്രംപിന്റെ പ്രചരണത്തിന് വേണ്ട കോടികളിൽ നല്ലൊരു പങ്കും ഇറക്കിയത് മസ്കാണ്. കൂടാതെ X വഴിയുള്ള പ്രചാരണവും. ആ മുതൽ മുടക്കിനുള്ള പ്രതിഫലമായി പദവി കിട്ടുകയും ചെയ്തു. സർക്കാരിന്റെ കാര്യക്ഷമതാ വകുപ്പിൽ അധ്യക്ഷനായുള്ള ആ നിയമനം 6 മാസം നീണ്ടു നിന്നില്ല. അന്ന് കലഹിച്ചിറങ്ങിയെങ്കിലും രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിലേക്ക് മസ്ക് വരുന്നത് ഇപ്പോഴാണ്. രാജ്യത്തെ കടക്കെണിയിലാക്കുന്ന നയങ്ങൾ വരുമ്പോൾ അമേരിക്കയിൽ ഒറ്റ പാർട്ടിയേ ഉള്ളൂ എന്നാണ് മസ്ക് പറഞ്ഞത്.
ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കന്മാരും പരസ്പരം സഹായിച്ച് ഇത്തരം ബില്ലുകൾ പാസാക്കും. ജനാധിപത്യം ഇല്ലാത്ത ആ സ്ഥിതി ഒഴിവാക്കാനാണ് തന്റെ പുതിയ പാർട്ടിയെന്നും മസ്ക് അവകാശപ്പെടുന്നുണ്ട്. അമേരിക്കയിൽ ദേശീയ പ്രസക്തിയുള്ള ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കുക എന്നത് പലതുകൊണ്ടും ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. അമേരിക്കയിൽ പാർട്ടി ഉണ്ടാക്കാനുള്ള ഏറ്റവും വലിയ വെല്ലുവിളി സ്റ്റേറ്റുകളാണ്. ഓരോ സ്റ്റേറ്റും ഡെമോക്രാറ്റുകളുടെ അതല്ലെങ്കിൽ റിപ്പബ്ലിക്കന്മാരുടെ കുത്തകയാണ്. അവിടെ മൂന്നാമതൊരു പാർട്ടി വന്നാൽ രണ്ടു പാർട്ടികളും ചേർന്ന് ഇല്ലാതാക്കും. ഇരു പാർട്ടികളുടെയും സ്വാധീനം അത്രയേറെ ആഴത്തിലുള്ളതാണ്. പതിറ്റാണ്ടുകളായി നിരവധി കോടീശ്വരന്മാർ പാർട്ടി ഉണ്ടാക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടതാണ് അമേരിക്കയിൽ. രാഷ്ട്രീയമായി രണ്ട് ധ്രുവങ്ങൾ മാത്രമാണ് അമേരിക്കയിലുള്ളത്. മൂന്നാമതൊരു അച്ചുതണ്ട് ഏറെക്കുറെ അസാധ്യവുമാണ്. പുതിയ പാർട്ടിക്ക് സ്വാധീനമുണ്ടെന്ന് തെളിയിക്കുക എന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. ഇതെല്ലാം മസ്കിനെ മാത്രം ആശങ്കയിലാട്ടുന്ന കാര്യമാണ്. അമേരിക്കൻ ജനതയുടെ വിഷയമേ അല്ല. പക്ഷേ ലോകമെങ്ങുമുള്ളവർ നോക്കി നിൽക്കുന്ന ഒന്നുണ്ട്. കയ്യിൽ പണമുള്ളവർ ജനാധിപത്യത്തെ കൂടി വിലയ്ക്ക് വാങ്ങുന്നത് എങ്ങനെയാണ് എന്നത്. ജനാധിപത്യത്തെ വാങ്ങിയാൽ ഭാവിയിൽ ജുഡീഷ്യറിയും കാൽക്കീഴിലാകും. കാരണം നിയമനങ്ങളിൽ സ്വാധീനം ചെലുത്താൻ ഭരണത്തിലുള്ളവർക്കും കഴിയും എന്നതുകൊണ്ട് തന്നെ. കാശുകാരന്റെ വമ്പിന് പൂർണ്ണമായും കീഴ്പ്പെടാത്ത രണ്ട് മേഖലകളാണ് നിലവിൽ ജനാധിപത്യവും ജുഡീഷ്യറിയും. അത് രണ്ടുമാണ് ഇപ്പോൾ വെല്ലുവിളി നേരിടുന്നത്. സ്പോട്ട്ലൈറ്റിന് നാളെ മറ്റൊരു വിഷയവുമായി ഇതേ സമയം.